പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ എല്ലാ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് ഈ ശുശ്രൂഷ വഴി നിങ്ങൾക്ക് ധാരാളം കൃപകളും അഭിഷേകവും ചൊരിയട്ടെ. പരിശുദ്ധാത്മാവാണ് ഈ ശുശ്രൂഷയിൽ നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ആത്മാവ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. പ്രാർത്ഥിക്കുക. അപ്പോസ്തല പ്രവർത്തനത്തിൽ 1-ാം അധ്യായം 14-ാമത്തെ തിരുലിഖിതം. ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന സഹോദരർക്കാണ് കർത്താവ് അഭിഷേകം ചെയ്യുന്നത്. അത് ചിലപ്പോൾ വീട്ടിൽ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. അല്ലെങ്കിൽ സിഗിയോ ധ്യാന കേന്ദ്രത്തിലോ അഭിഷേകാഗ്നി കൺവെൻഷൻ മറ്റ് സ്ഥലങ്ങളിലോ നടക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. ഇവിടെ ഒരു സഹോദരന് ക്യാൻസർ രോഗം വന്ന് വളരെയേറെ ക്ലേശം വന്നു. ആ ക്ലേശത്തോടു കൂടി ആ മനുഷ്യൻ ഭാരപ്പെട്ട് സിഗിയോ ധ്യാന കേന്ദ്രത്തിൽ ഒരു താമസത്തിലുള്ള ധ്യാനത്തിന് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയിലൂടെ കിട്ടിയ ഒരു അനുഗ്രഹം നമുക്ക്. പേര് ആൻ്റണി. ഞാൻ എറണാകുളം ജില്ലയിൽ അങ്കമാലി കാലടി അടുത്ത് മറ്റൂർ ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് കഴിഞ്ഞ ജനുവരി മാസം തൈറോയിഡ് ക്യാൻസർ ആണെന്ന് എല്ലാ ടെസ്റ്റുകളും നടത്തി സ്ഥിരീകരിച്ചിരുന്നു. തൈറോയിഡ് ക്യാൻസർ ആണെന്ന് മെഡിക്കൽ സയൻസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്ന് 2 ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അപ്പോൾ തന്നെ എൻ്റെ ഭാര്യ അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞു, നമുക്ക് അട്ടപ്പാടിയിൽ പോയി ഒരു ധ്യാനം കൂടിയിട്ട് ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ മാർച്ച് മാസം 31-ാം തീയതി ഇവിടെ വന്ന് 5 ദിവസത്തെ ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ വെച്ച്
സാംസനച്ചൻ ക്യാൻസർ രോഗികളോട് മുന്നോട്ട് വരാൻ ആവശ്യപ്പെട്ടു. ഞാനും ആ കൂട്ടത്തിൽ വന്നു നിന്നു, തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു, ആശീർവദിച്ചു. അതിനുശേഷം അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ 2 പ്രാവശ്യം എല്ലാ ടെസ്റ്റുകളും ചെയ്തു. ആദ്യം ഒരെണ്ണം ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് വീണ്ടും വന്ന് നമുക്ക് ഒന്നുകൂടി ക്ലിയറാക്കാമെന്ന് പറഞ്ഞ് 3 മാസം കഴിഞ്ഞ് വീണ്ടും എല്ലാ ടെസ്റ്റുകളും ചെയ്തു. യാതൊരു കുഴപ്പവുമില്ല. ശരീരത്തിൽ ക്യാൻസറിന്റെ ഒരണു പോലും ഇല്ല. ഉണ്ട് എല്ലാം ഉണ്ട്. അതായത് ഡോക്ടർമാർ ആദ്യം പറഞ്ഞു തൈറോയിഡ് ക്യാൻസർ ആണെന്ന് വിവിധ വകുപ്പുകളും വിവിധ ഡോക്ടർമാരും പരിശോധിച്ച് കൺഫേം ചെയ്തു, വെരിഫൈ ചെയ്തു, ഉറപ്പിച്ചു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഭാര്യ പറഞ്ഞു നമുക്ക് അട്ടപ്പാടിയിൽ പോയി താമസിച്ച് ധ്യാനം കൂടിയിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരുപാട് എല്ലാ തുടക്കം തൊട്ടുള്ള സർവ്വ ഡോക്യുമെൻസും മെഡിക്കൽ ഡോക്ടർമാർ കൊടുത്തിരിക്കുന്ന തുടക്കം തൊട്ടുള്ള എല്ലാ ഡോക്യുമെൻസും ചേട്ടൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ധ്യാനം കഴിഞ്ഞ് തിരിച്ച് എന്ന് നോക്കുമ്പോൾ ഒരു ആശുപത്രിയില്ല, 2 ആശുപത്രി അല്ലേ, ഒരു ആശുപത്രിയിൽ പറഞ്ഞു ക്യാൻസർ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് വിശ്വാസം വരുന്നില്ല. വേറൊരു ആശുപത്രിയിൽ കൂടെ പോയി നോക്കിയപ്പോൾ 2 ഹോസ്പിറ്റൽ ഒരേപോലെ പറഞ്ഞു ഈ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരണു പോലും ഇല്ല, പെർഫെക്റ്റ് കംപ്ലീറ്റ് ഹീലിംഗ് ആണ്, അതുകൊണ്ട് ഇനി ചികിത്സിക്കേണ്ട ആവശ്യമില്ല. അവർ ആ സർട്ടിഫിക്കറ്റും അതിനുവേണ്ടി എല്ലാ ഇതും കൊടുത്തു വിട്ടിരിക്കുകയാണ്. കൈ ഉയർത്തി കൈയടിച്ച് വലിയൊരു അത്ഭുതമാണ് ഈശോ ചെയ്തത്. ഉച്ചത്തിൽ വിളിക്കാം പവർ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്ത് ഈ ലോകത്തിൽ. കൈ ഉയർത്തി കൈയടിച്ച്. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്ത് ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. കൈ ഉയർത്തി. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്ക്, ഒരു കുടുംബം തങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരു പ്രതിസന്ധി വന്നപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തി. ഇപ്പോൾ നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ നിങ്ങൾ പല വിധത്തിലുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ഈ ശുശ്രൂഷയുടെ സമയത്ത് തന്നെ നിങ്ങൾ അനുഗ്രഹിക്കും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം, എന്നിട്ട് ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഗാന ശുശ്രൂഷയോട് ചേർന്ന് നന്നായിട്ട് സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കണം. അവിടെ നിന്ന് ഇവിടെ 2 കരങ്ങൾ ഉയർത്തി പിടിക്കാം. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ശക്തമായ അഭിഷേകം നിറയണം. രോഗികളുണ്ട്, പീഡിതരുണ്ട്, പല വിധത്തിൽ വേദനിക്കുന്നവരുണ്ട്. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, കർത്താവെ അഭിഷേകം ചെയ്യണമേ. കർത്താവെ, ഞങ്ങൾക്ക് മുമ്പ് പോയി എല്ലാ മലകൾ നിരപ്പാക്കി ഞങ്ങളെ ശക്തിപ്പെടുത്തണേ. കർത്താവെ, ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, അഭിഷേകം വ്യാപരിക്കട്ടെ. കരങ്ങളടിച്ച് ഞങ്ങൾക്കു മുമ്പേ പോകണമേ, മലകൾ നിരപ്പാക്കിയിടണമേ. പിച്ചളമാർ തകർക്കണമേ, ഇരുമ്പോടാമ്പരൊഴിക്കണമേ. കരമടിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. കരമുയർത്തിയടിച്ച് ഞങ്ങൾക്കു മുമ്പേ പോകണമേ, മലകൾ നിരപ്പാക്കിയിടണമേ. ചേർന്ന് പിച്ചളവാതി തകർക്കണമേ, ഇരുമ്പോടാമ്പരൊഴിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ. ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ.
വിടുതൽ നൽകും യേശുവേ തിരുരക്തത്താൽ കഴുകണമേ ബന്ധനമെല്ലാം നീക്കണമേ മോചനമേകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ പൈശാചിക ശക്തികളെ ബന്ധിക്കുന്നു, രോഗത്തെ ശാസിക്കുന്നു. ക്യാൻസർ, സോറിയാസിസ്, വലിവ്, അലർജി രോഗങ്ങൾ കർത്താവ് സാത്താനാൽ ബന്ധിക്കപ്പെട്ട്, തിന്മയുടെ കെട്ടുകൾ ബന്ധിക്കപ്പെട്ട് ഇപ്പോൾ കഴിയുന്ന ഓരോ കുടുംബങ്ങളിലേക്കും ദൈവത്തിന്റെ ശക്തി, യേശുവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഫറവോയിൽ നിന്നും ഇസ്രായേലിനെ വിടുവിച്ച ദൈവമേ, ശക്തിയോടെ ദുഷ്ടനെ ബന്ധിച്ച സാറായെ രക്ഷിക്കാൻ മനസ്സായ ദൈവമേ, ഫറവോയിൽ നിന്നും ഇസ്രായേലിനെ വിടുവിച്ച ദൈവമേ, ദുഷ്ടനെ ബന്ധിച്ചു സാറായെ രക്ഷിക്കാൻ മനസ്സായ ദൈവമേ, വചനമയ ചീടണമേ മക്കളെ വിടുവിക്കണമേ, വചനമയ ചീടണമേ മക്കളെ വിടുവിക്കണമേ. വിജയം നൽകും യോദ്ധാവേ സൈന്യങ്ങൾ തൻ കർത്താവേ, അടിമത്തത്തിൻ നുകങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ തിരുരക്തത്താൽ കഴുകണമേ ബന്ധനമെല്ലാം നീക്കണമേ മോചനമേകണമേ. വിജയം നൽകും യോദ്ധാവേ സൈന്യങ്ങൾ തൻ കർത്താവേ, അടിമത്തത്തിൻ നുകങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ തിരുരക്തത്താൽ കഴുകണമേ ബന്ധനമെല്ലാം നീക്കണമേ മോചനമേകണമേ. വിജയം നൽകും യോദ്ധാവേ സൈന്യങ്ങൾ തൻ കർത്താവേ, അടിമത്തത്തിൻ നുകങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ തിരുരക്തത്താൽ കഴുകണമേ ബന്ധനമെല്ലാം നീക്കണമേ മോചനമേകണമേ. ബന്ധനമെല്ലാം നീക്കണമേ മോചനമേകണമേ. ബന്ധനമെല്ലാം നീക്കണമേ മോചനമേകണമേ. അടിമച്ചങ്ങള് അടിയത്തെ ഉച്ചത്തിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവേ 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 യേശുവേ. പ്രാർത്ഥിക്കുന്നു. വിജയം നൽകും യോദ്ധാവേ സൈന്യങ്ങൾ തൻ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ തിരുരക്തത്താൽ കഴുകണമേ ബന്ധനമെല്ലാം നീക്കണമേ മോചനമേകണമേ. ബന്ധനമെല്ലാം നീക്കണമേ മോചനമേകണമേ. എല്ലാ ബന്ധനങ്ങളും എല്ലാ രോഗങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ഈശോ സാധിച്ച് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരുണ ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും നിറയട്ടെ. ആമേൻ ആമേൻ. എല്ലാവർക്കും ശാന്തമായി നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. എന്നിട്ട് വചനം കേൾക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്: നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ കർത്താവ് വേണം. ഓരോരുത്തരുടെയും കുടുംബത്തിൽ യേശു വേണം, ജീവിതത്തിൽ യേശു വേണം. യേശു മുമ്പിൽ നടക്കുന്നു, പിന്നാലെ നമ്മൾ നടക്കുന്നു. യേശുവിൻ്റെ പിന്നാലെയുള്ള യാത്ര, അപ്പോഴാണ് കർത്താവ് നമ്മളെ വിജയിപ്പിക്കുക. ഈ ഒരു കാര്യം ഞാൻ സംസാരിക്കുമ്പോൾ ജോഷുവയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 12, 13, 14 തില്ലിഖിതങ്ങൾ. പിറ്റേ ദിവസം അതിരാവിലെ ജോഷുവ ഉണർന്നു. പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകമെടുത്തു. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളങ്ങൾ സദാ മുഴക്കിക്കൊണ്ട് കർത്താവിൻ്റെ പേടകത്തിന് മുമ്പേ നടന്നു. ആയുധധാരികൾ അവർക്ക് മുമ്പേയും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിൻ്റെ പിമ്പേയും നടന്നു. കാഹളത്തിന് സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു. 2-ാം ദിവസവും അവർ പട്ടണത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാളയത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. 6 ദിവസം ഇങ്ങനെ ചെയ്തു. 7-ാം ദിവസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറീക്കോ കോട്ട തകർന്ന് താഴെ വീണു. ഇത് ഞാൻ പറയുമ്പോൾ നമുക്ക് ഇന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. കർത്താവ് ആണ് നമുക്ക് വിജയം നൽകുന്നത്, കർത്താവാണ് രക്ഷിക്കുന്നത്.
ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ പ്രതിബന്ധമായിട്ട് നിന്ന ജെറീക്കോ കോട്ടയെ കീഴടക്കാൻ അവർ ചെയ്തത് എന്താ? പുരോഹിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ വാഗ്ദാന പേടകം തോളിൽ വഹിച്ചുകൊണ്ട് മുമ്പേ നടക്കുക. അതിന് പിന്നാലെ ജനങ്ങൾ പാട്ട്, കാഹളം ഇങ്ങനെ മുഴക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒന്നല്ല 6 ദിവസം, 7-ാം ദിവസം പ്രഭാതം അവർ കാണുന്നത് അവരുടെ മുമ്പിലെ പ്രതിബന്ധം കർത്താവ് തകർത്തു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ രോഗങ്ങളായിട്ടും തകർച്ചകളായിട്ടും കടബാധകളായിട്ടും വലിയ പ്രതിബന്ധങ്ങൾ നിൽക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ നാം എന്ത് ചെയ്യണം? ദൈവത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് പിന്നാലെ പോകണം. ഹെബ്രായർക്കാരുടെ ലേഖനത്തിൽ 12-ാം അധ്യായം 2-ാമത്തെ തിരിലിഖിതം, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിനുമായ യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഇത്രയേ ഉള്ളൂ. യേശു ക്രിസ്തുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. യേശുവില്ലാത്ത യാത്ര, യേശുവില്ലാത്ത കുടുംബം, യേശുവില്ലാത്ത വ്യക്തി ജീവിതം, യേശുവില്ലാത്ത ജോലി സ്ഥലം, യേശുവില്ലാത്ത ബിസിനസ് സ്ഥാപനം, ആ ബിസിനസ് സ്ഥാപനം തകർന്നടിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ട് ഓടണം. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു ബിസിനസ് സ്ഥാപനം സന്ദർശിച്ചപ്പോൾ അവിടെ ആ ബിസിനസ് സ്ഥാപനത്തിൽ അവരുടെ മുതലാളിമാരിയ്ക്കുന്ന ക്യാബിനിൽ കയറി. അപ്പോൾ അവിടെ ക്യാബിനിൽ കയറിയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് 3 കസാര, അപ്പനും മകനും അതിൻ്റെ ഓണേഴ്സാണ്, അവർക്ക് 2 കസാര. ഞാൻ ചോദിച്ചു, ഈ കസാര ആർക്കാണ്? അപ്പോൾ പറഞ്ഞു, ആ കസാര യേശു ക്രിസ്തുവിൻ്റെ കസാരയാണ്. ഇത് വേറെ ആരും അതിലിരിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്ഥാപനം കർത്താവാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു പരാജയം ഇതുവരെയായിട്ട് കർത്താവ് കൊടുത്തിട്ടില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒരുങ്ങണമെങ്കിൽ കർത്താവ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് പറഞ്ഞത്, യേശു ക്രിസ്തുവ് മുമ്പിലുണ്ട്, അതിന് പിന്നാലെ നമ്മൾ ഓടണം, അല്ലെങ്കിൽ നമുക്ക് വിജയം ഇല്ല. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 12, 13, 14 തിരുലിഖിതങ്ങൾ. ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പൂർണ്ണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് നാം യാത്ര ചെയ്യുമ്പോൾ നാം ഉന്നതങ്ങളിലെത്തും, ഉയരങ്ങളിലെത്തും. ഇന്ന് പലരും തങ്ങളുടെ ജീവിതത്തിൽ പരാജയപ്പെടുന്ന കാരണം എന്താ? യേശു ക്രിസ്തു അവരുടെ മുമ്പിലില്ല. ബിസിനസ് പരാജയപ്പെടും, കൃഷി പരാജയപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ ജീവിതം കൃപയും അഭിഷേകമുള്ളതായി തീരണമെങ്കിൽ യേശു ക്രിസ്തു അവരുടെ മുമ്പിൽ വേണം. യേശുവില്ലാത്തതാണ് ഇന്ന് നമ്മുടെ പ്രശ്നം. ഇത് ഞാൻ പറയുമ്പോൾ, ഇന്ന് ഈ ഒരു വചനം പറയുമ്പോൾ എനിക്ക് തിരുസഭയിലെ ഒരു കൊച്ചു വിശുദ്ധയുടെ കാര്യം ഓർമ്മ വരികയാണ്. കൊച്ചു വിശുദ്ധ, ആ വിശുദ്ധ, അവളുടെ പേര് ഇമ്മൽഡ എന്നാണ്. ഇമ്മൽഡ ലെംബോർത്തിനി എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കൊച്ചു കുട്ടി, അവളെ ജനിച്ച് വീണു, മാതാപിതാക്കൾ അവളെ വളർത്തി. 5 വയസ്സായപ്പോൾ ആ കുട്ടിയുടെ ജന്മദിനത്തിൽ മാതാപിതാക്കൾ ആ ജന്മദിനം ആഘോഷിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ അവളോട് ചോദിക്കുകയാണ്, തലേ ദിവസം, പിറ്റേ ദിവസം ജന്മദിനമാണ്, തലേ ദിവസം ആ കുട്ടിയോട് ചോദിക്കുകയാണ്, മോളെ, നാളെ നിന്റെ ജന്മദിനമാണ്, നീ പിറന്ന ദിവസം, മോൾക്ക് എന്താണ് പപ്പായും മമ്മിയും സമ്മാനം തരേണ്ടത്? ആ കുട്ടി 2 നിമിഷം ആലോചിച്ചു. പെട്ടെന്ന് തന്നെ അവൾ പറയാണ്, എനിക്ക് ഈശോയെ തരാമോ? അവൾ ഉദ്ദേശിക്കുന്നതാണ് ദിവ്യകാരുണ്യ ഈശോയെ
അതിർവാനും നമ്മൾ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ എനിക്ക് തരാമോ? മാതാപിതാക്കൾ കൺഫ്യൂഷനായി. കാരണം ആ കാലഘട്ടത്തിൽ 14 വയസ്സ് കഴിയാതെ കുട്ടികൾക്ക് ദിവ്യകാരുണ്യം നൽകാറില്ല. കാരണം അവരൊരു ഒരു വിധത്തിൽ അവർക്ക് നല്ല ബോധ്യമൊക്കെ ആയി യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവമാണെന്ന് അറിയാനും വചനമൊക്കെ വായിക്കാനും അല്പം ബുദ്ധി ലെവലൊക്കെ വളർന്നു കഴിഞ്ഞ് കഴിയുമ്പോഴേ കൊടുക്കുകയുള്ളൂ. മാതാപിതാക്കൾ കൺഫ്യൂഷനായി. മാതാപിതാക്കൾ പറഞ്ഞു, മോളെ നീ ചോദിച്ചത് നല്ല കാര്യം, പക്ഷേ ഇപ്പോൾ നിനക്ക് പ്രായം 5 വയസ്സായിട്ടുള്ളൂ. ഈ പ്രായത്തിൽ നിനക്ക് ദിവ്യകാരുണ്യം തരാൻ സാധിക്കുകയില്ല. അപ്പോൾ അവൾക്ക് വളരെ സങ്കടമായി. അവൾ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ എപ്പോഴും അവൾക്ക് സങ്കടമാണ്. എന്ത് ചോദിച്ചാലും പറയും എനിക്ക് ഈശോയെ വേണം, ആ ഒരൊറ്റ വാക്കുകൾ പറയുള്ളൂ. അങ്ങനെ സങ്കടപ്പെട്ടിരുന്ന അവൾ 9ാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ പോയി ചേർന്നു. ആ കോൺവെൻറ്റിൽ ചേരുമ്പോൾ അവൾ മാതാപിതാക്കളോട് പറഞ്ഞെങ്ങനെയാണ്, എനിക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഈശോയോടൊപ്പം ഈശോയെ മുമ്പിൽ കണ്ടുകൊണ്ട് എപ്പോഴും ഈശോയെ കണ്ടുകൊണ്ട് എനിക്ക് ഇരിക്കാമല്ലോ. അങ്ങനെ അവൾ ദേവാലയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1333 മെയ് മാസം 12-ാം തീയതി അവൾ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു സ്വർഗാരോഹണ തിരുനാളിൻ്റെ തലേ ദിവസമാണത്. അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് മണിക്കൂറുകളോളം അവൾ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ദേവാലയ ശുശ്രൂഷി നോക്കുമ്പോൾ ഇതാ ഇമ്മൽഡ എന്ന് പറയുന്ന കൊച്ചു കുട്ടിയുടെ തലയ്ക്ക് മുകളിൽ ഒരു ദിവ്യകാരുണ്യം നിൽക്കുന്നു. അദ്ദേഹത്തിന് അത്ഭുതമായി. അദ്ദേഹം ഓടിച്ചെന്ന് വികാരിച്ചിനോട് പറഞ്ഞു, ഇതാ ഒരു അത്ഭുതം. വികാരിച്ച് ഓടി വന്നു. നോക്കുമ്പോൾ വികാരിച്ചിന് കാണുകയാണ്, ഇതാ ആ കുഞ്ഞ് 9 വയസ്സുള്ള കുട്ടിയുടെ തലയ്ക്ക് മുകളിൽ ഒരു ദിവ്യകാരുണ്യം. അതിൻ്റെ പ്രകാശം ആ പള്ളിയിലും പരിസരം ഇങ്ങനെ പ്രകാശം വീശി. ആ നല്ല വൈദികന് ആ നല്ല വൈദികന് ഈ കുട്ടിയുടെ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് ആഴത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പോൾ തന്നെ സക്രാരി തുറന്ന് ആ കുഞ്ഞിന് ദിവ്യകാരുണ്യം നാവിൽ വെച്ച് കൊടുക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവ്യകാരുണ്യം സ്വീകരിച്ച ആ നിർവൃതിയിൽ അവൾ അത്ര സന്തോഷത്തോടെ മുട്ടുകുത്തി കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അവൾ ഇങ്ങനെ ഈശോയെ സ്നേഹിച്ച് മുട്ടുകുത്തി നിൽക്കുകയാണ്. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞു. പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. രാവിലെ സ്വീകരിച്ച ദിവ്യകാരുണ്യമായി നിൽക്കുന്ന ആ കുട്ടി, അവൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നില്ല, വൈകുന്നേരം വന്നില്ല. രാത്രിയായപ്പോൾ ആ കോൺവെന്റിലെ മദർ ഈ കുട്ടിയെ തപ്പി കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നോക്കി വരുമ്പോൾ ഇതാ ദേവാലയത്തിൽ മുട്ടുകുത്തി ആ പ്രഭാതത്തിൽ നിന്ന് അതേപോലെ നിൽക്കുകയാണ് കുഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നല്ല അമ്മ മദർ പുറകെ നിന്ന് വിളിക്കുകയാണ്, മോളെ മോളെ. പക്ഷേ അവൾ കേട്ടില്ല. ആ സിസ്റ്റർ അടുത്തേക്ക് ചെന്നു അവളെ തോളി തട്ടു, മോളെ കുറേ സമയമായില്ലേ, വാ അത്താഴം കഴിക്കാം എന്ന് പറയുമ്പോൾ അവൾ പയ്യെ ചാഞ്ഞ് ആ നിലത്തേക്ക് വീഴും. ആമ തട്ടി വിളിക്കും, പക്ഷേ എന്നേക്കുമായി തുറക്കാത്ത വിധത്തിൽ അവളുടെ കണ്ണ് അടഞ്ഞിരുന്നു. ഇനി ഒരിക്കലും ഇടിക്കാത്ത വിധത്തിൽ അവളുടെ നെഞ്ച് ഇടിപ്പ് നിന്നിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവ്യകാരുണ്യം സ്വീകരിച്ച് ആ സ്നേഹത്തിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ച ഒരു കൊച്ചു വിശുദ്ധിയാണ് ഇമ്മൽഡ ലംബോർത്തിനി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം ലിയോ 12-ാം മാർപ്പാപ്പ ഈ മകളെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ആ ദേശം മുഴുവൻ ആഹ്ലാദം കൊണ്ട് ആ ദിവസം തുള്ളിച്ചാടി. കാരണം ആ കുട്ടിയുടെ യേശുവിനോടുള്ള സ്നേഹം, യേശു ക്രിസ്തുവിനെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള യാത്ര ആ ദേശത്തിന് മുഴുവൻ അറിയാമായിരുന്നു. തുള്ളിച്ചാടി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്ക്, എത്ര വർഷം എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതല്ല, എത്ര സമയം, അങ്ങനെ എങ്ങനെ നീ നിന്റെ യേശുവിനെ സ്നേഹിച്ചു എന്നതാണ് ഇതിനുള്ള ഉത്തരം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാ പറഞ്ഞത്, നമുക്ക് മുമ്പേ കർത്താവ് യാത്ര ചെയ്യണം. നമ്മൾക്ക് മുമ്പേ കർത്താവ്, നമ്മുടെ കുടുംബത്തിൽ കർത്താവ് നടക്കണം. അപ്പോൾ പ്രതിബന്ധങ്ങളില്ല, തടസ്സങ്ങളില്ല, രോഗങ്ങളില്ല, പീഡകളില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നിയമാവർത്തന പുസ്തകത്തിൽ 31-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം, കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്, അവിടുന്ന്
നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. കർത്താവ് പറയാണ്, കർത്താവ് നമ്മുടെ മുമ്പിൽ പോകണം. അതുകൊണ്ടൊന്നും ഭയം വേണ്ട, സംഭ്രമം വേണ്ട, ആദി വേണ്ട, ഉത്കണ്ഠ വേണ്ട. ഇത് നമുക്കൊരു ശക്തിയായി മാറണം. യേശു ക്രിസ്തു നമുക്ക് ശക്തിയായി, ഓജസ്സായി, ജീവനായി വേണം. ഗലാത്യക്കാരുടെ ലേഖനത്തിൽ 4-ാം അധ്യായം അതിൽ 19-ാമത്തെ ലിഖിതം, എൻ്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. പൗലോസ് പറയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു ഇനിയും ജനിച്ചിട്ടില്ലേ? നീ സ്വീകരിച്ച ദിവികാരുണ്യം, നീ നടത്തുന്ന വിശുദ്ധ കുർബാന അർപ്പണങ്ങൾ, ഇതിലൂടെയൊന്നും നിന്റെ ഉള്ളിൽ യേശു ജനിച്ചിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പറയുന്ന വചനങ്ങളും കേൾക്കുന്ന വചനങ്ങളും വെറും അതിനൊന്നും ഒരർത്ഥമോ അതിന് വിലയോ ഉണ്ടാവില്ല. യേശു ക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ നടക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ രാജാവായി വാഴട്ടെ. കർത്താവ് ഈ ദിവസം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് അഭിഷേകാഗ്നിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളും ഈശോ സാധിക്കും. അവിടുത്തെ പിന്നാലെ ആയിരിക്കണം നമ്മുടെ യാത്ര. നമ്മുടെ കുടുംബത്തിൽ യേശു ഉണ്ടാകണം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് യേശു ഉണ്ടാകണം. ചിലപ്പോൾ നമുക്ക് രോഗങ്ങളും പീഡനങ്ങളും അസ്വസ്ഥതകളും കടബാധകളൊക്കെ വരും. പക്ഷേ പിന്നോക്കം പോകരുത്. ഈശോയെ മുറുകെ പിടിക്കുക. കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങൾക്ക് നൽകും. കർത്താവ് നിങ്ങളെ ഒരിക്കലും തകർക്കുകയില്ല, ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയുകയില്ല, രക്ഷിക്കും. കർത്താവിൻ്റെ പിന്നാലെ നമുക്ക് പോകാം. 2 കരങ്ങളും ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. യേശുവിനെ മാത്രം നൽക, ബാക്കിയെല്ലാം മാറ്റുക. പ്രാർത്ഥിക്കുന്നു. യേശുവിനെ മാത്രം നൽക, ബാക്കിയെല്ലാം മാറ്റുക. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽപ്പവും. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നു. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽപ്പവും. 2 കരങ്ങൾ ഉയർത്തി ചങ്ക് തുറന്ന് ഈശോയെ വിളിക്കുന്ന സമയം ഈശോ നിങ്ങൾ ഓരോരുത്തരെയും കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. സ്വരമുയർത്തി വിളിക്കട്ടെ. യേശുവേ, ചങ്ക് തുറന്ന് യേശുവേ, പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. യേശുവേ, യേശുവേ. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽപ്പവും, പിന്നിലേക്കിൽ അല്പവും.